ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ലോകത്തോട് പറയാൻ കൽപ്പിക്കുന്ന കാര്യം ലോകത്തെ എല്ലാവരോടും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രം ബാധകമല്ല. എന്താണത്? ഇന്നമാ ഉമിർതു, തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അൻ നഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഈ നാടിൻ്റെ റബ്ബിനെ മാത്രം ആരാധിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്ത് മനുഷ്യരെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല, മനുഷ്യവർഗത്തെ ഭൂതവർഗത്തെ ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ഒരു പരമപ്രധാനമായ കൽപ്പന കൊണ്ട് തന്നെയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ഭൂതവർഗങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അവർ എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ഏതൊരു പ്രവാചകന്മാരും അതാത് സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള പരമപ്രധാനമായ കാര്യവും ഇത് തന്നെയാണ്. പ്രവാചകരെ പറയൂ, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇൻ കുൻതും ഫീ ശക്കിൻ മിൻ ദീനി, ഞാൻ നിങ്ങളോട് പറയുന്ന ഈ പഠിപ്പിച്ചു തരുന്ന ഈ ശരിയായ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണ്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയൊന്നും ആരാധിക്കാൻ എന്നെ കിട്ടില്ല. വലാകിൻ അഅ്ബുദുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അല്ലദീ യതവഫാക്കും, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നവൻ. ഇത് സൂറത്ത് യൂനുസിൽ 104-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു അവൻ്റെ പ്രവാചകനോട് വളരെ കൃത്യമായി ലോകത്തിനോട് പഠിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ് റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. ഏതാണ് ആ റബ്ബ്? റബ്ബ ഹാദിഹിൽ ബൽദ, ഈ നാടിൻ്റെ റബ്ബ്. ഈ നാടിൻ്റെ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് അവതരിക്കുന്ന, ഈ ആയത്ത് അവതരിക്കുന്ന ഘട്ടത്തിലും അവിടുന്ന് വിശുദ്ധ ഹറമിലാണ്, മക്കയിലാണുള്ളത്. അതാണ് ഈ നാട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഹാദൽ ബലദ് എന്ന് പറഞ്ഞ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ മക്ക ഹറം പവിത്രമാക്കിയിട്ടുള്ളത് അല്ലദീ, എങ്ങനത്തെ നാടാണ്, എങ്ങനത്തെ അള്ളാഹുവാണ്? ഹറമഹ, അവനാണ് ആ നാടിനെ എന്താക്കിയത്? പവിത്രമാക്കി നിശ്ചയിച്ചത്. അപ്പൊ അള്ളാഹു ഏതൊരു നാടിനെ പവിത്രമാക്കി നിശ്ചയിച്ചുവോ ആ രാജ്യത്തിൻ്റെ റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്ത് ഖുറൈശിലും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ യത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ആരാണ് വീട്ടിൻ്റെ റബ്ബ്? വിശക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ റബ്ബാണവൻ. വആമനഹും മിൻ ഖൗഫ്, ഭീതിയുടെ അന്തരീക്ഷത്തിലായിരുന്നു നിങ്ങളുടെ ജീവിതം. ആ ഭീതിയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം നൽകിയത് അള്ളാഹുവാണ്. ആ രാജ്യം ഈ വീടവിടെ ഉള്ളത് കൊണ്ടാണ്, ഈ വീടവിടെ ഉള്ളത് കൊണ്ടാണ് മക്കാ രാജ്യം ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന നാള് തൊട്ടേ ആ രാജ്യം പവിത്രമാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ നാള് മുതൽ അള്ളാഹു പവിത്രമാക്കി നിശ്ചയിച്ച സ്ഥലമാണ് മക്ക. അതിൻ്റെ വിളംബരം പ്രത്യേകം നടത്തി ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അസ്ഥിവാരത്തിൽ നിന്ന് പടുത്തുയർത്തി നാമാവശേഷമായി കിടക്കുന്ന സ്ഥലം ഏതെന്ന് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക രാജ്യത്തെ പവിത്രമാക്കി എന്ന് പറയുമ്പോൾ ആ പവിത്രത വിളംബരം നടത്തിയ വ്യക്തിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഏത് കാലത്തും പവിത്രമാണ് ആ രാജ്യം.
അതിൻ്റെ ഹുർമത്ത് ഒരിക്കലും നശിച്ചു പോകില്ല. ഫഹുവ ഹുർമത്തുൻ, ആ നാടിൻ്റെ മക്കയുടെ പവിത്രത, ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹ്, അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ആ രാജ്യത്തിൻ്റെ, ആ നാടിൻ്റെ പവിത്രത, പരിപാവനത അത് നിലനിൽക്കുക തന്നെ ചെയ്യും ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ നിലനിൽക്കും. ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. ലാ യുഅളദു ശൗകുഹ, അവിടെയുള്ള ചെടികളും അവിടെയുള്ള വൃക്ഷങ്ങളും ഒന്നും മുറിച്ച് നീക്കപ്പെടാൻ പാടില്ലാത്ത പ്രത്യേക നിയമങ്ങളുള്ളതാണ് ഹറം. അതുപോലെ തന്നെ അവിടെയുള്ള വേട്ടമൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. പക്ഷികളെപ്പോലും ഒരു നിലക്കും അവയെ ഭയപ്പെടുത്തുവാനോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ പാടില്ല. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാഥമികമായ ഹറമിൻ്റെ പവിത്രതകളാണ്. അതുപോലെ അവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ കളഞ്ഞു കിട്ടിയാൽ അത് എടുക്കാൻ പാടില്ല. മറ്റേതെങ്കിലും ഒരിടത്ത് ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അറിയിക്കാനോ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ അതുപോലും പറ്റൂല. രക്തം ചിന്താൻ പാടില്ല. അഭയകേന്ദ്രമാണ്, പരിപാവനമാണ്, അത്രക്കും വിശുദ്ധമാണ്. അവിടുന്ന് ആരെങ്കിലും ഒരു തിന്മക്ക് മുതിർന്നാൽ അവന് ശാപമാണ്. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുസിഖുഹു മിൻ അദാബിൻ അലീം. ഹറമിൽ ആരെങ്കിലും ലുൽമുദ്ദേശിച്ചാൽ, ഏത് നിലക്കുള്ള ലുൽമും പാടില്ല. പവിത്രമാണത്. അറിഞ്ഞുകൊണ്ട് അവിടെ വെച്ചൊരു തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗൗരവതരമായ കാര്യങ്ങൾ ശിർക്കാണ്, അല്ലാഹു പൊറുക്കാത്ത കാര്യം. അവിടെ മുതൽ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയും ഹറമിൻ്റെ അകത്ത് വെച്ച് ചെയ്യുന്നത് വലിയ ദ്രോഹമാണ്, വലിയ ദ്രോഹമാണ്. കഠിനകഠോരമായ ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല പറഞ്ഞ സ്ഥലമാണ്. ഇപ്പൊ മക്ക പവിത്രമാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് മദീനയെ പവിത്രമാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഞാനിതാ മദീന അവിടെ എത്തിയതിൻ്റെ ശേഷം, അള്ളാഹിൻ്റെ റസൂൽ അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് യസ്രിബ് പിന്നീട് മദീനത്തുർ റസൂൽ, പ്രോഫറ്റ് സിറ്റിയായി മാറുന്നതും ഹറമായി പ്രഖ്യാപിക്കപ്പെടുന്നതുമൊക്കെ. അവിടെയും ഈ നിയമങ്ങളൊക്കെ ബാധകമാണ്. എന്നാൽ മക്കാ ഹറമിനുള്ള പ്രത്യേകത മദീന ഹറമിനില്ല. കാരണം മക്കക്കാണ് കൂടുതൽ പവിത്രതയുള്ളത്. കാരണം ഹജ്ജിൻ്റെതായ അനുഷ്ഠാനങ്ങൾ മുഴുവനും അവിടെ മാത്രമാണ് നടക്കുന്നത്. തവാഫ്, അസ്സഅയു ബൈന സഫാ വൽ മർവ, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഉംറയുടെ ചടങ്ങുകൾ എല്ലാം നടക്കുന്നത് എവിടെയാണ്? അവിടെയാണ്. അങ്ങനെ ഒരുപാട് പവിത്രതകൾ, പ്രാധാന്യങ്ങളുണ്ട്. അവിടെ നമസ്കരിക്കുന്ന ഒരു നമസ്കാരം വേൾഡിലുള്ള ഏത് പള്ളിയിൽ നമസ്കരിച്ചാലും കിട്ടൂല. 1,00,000 പ്രതിഫലമാണ്. മദീന ഹറമിലോ 1000. അപ്പോ ഏറ്റവും കൂടുതൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ഹറമുകൾ. ആ ഹറമുകളിൽ തെറ്റുകൾ, നന്മകൾ ചെയ്യുന്നതിന് വലിയ പ്രതിഫലങ്ങളാണുള്ളത്. വലിയ പ്രതിഫലങ്ങളാണ്. എൻ്റെ കണക്കൊന്നും നമുക്കറിഞ്ഞൂടാ. നിസ്കാരത്തിൻ്റെ കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവയൊക്കെ തത്തുല്യമായത് കിട്ടുമല്ലേ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ. അല്ലാഹു ആണത് കണക്കാക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ ആത്മാർത്ഥമായി ഹറമുകളിൽ സമയം ചെലവഴിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതിൻ്റെ കണക്കും പ്രതിഫലമൊക്കെ അള്ളാഹുവിനെ അറിയൂ. കണക്ക് നിശ്ചയിക്കാത്തതിന് കണക്ക് നിശ്ചയിക്കാൻ നമുക്കധികാരമല്ല. മദീനയിൽ നിസ്കരിച്ചാൽ 10,00,000 പ്രതിഫലാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. 10,000 പ്രതിഫലാണ്, 50,000 ആണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒന്നുമില്ല. ഹദീസുകളിൽ അല്ലാഹുവിൻ്റെ റസൂൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മക്ക 1,00,000, മദീന 1000. അപ്പൊ ഏറ്റവും പവിത്രമായ ആ രാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. അത് ആ നാട്ടുകാരോട് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ആ ഭവനം അവിടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ എല്ലാ ആനുകൂല്യം പറ്റുന്ന ആളുകളാണ് പ്രവാചകന്റെ അഭിസംബോധിതരായ ആ നാട്ടിലെ ആളുകൾ. അവർക്ക് പേടില്ല, എവിടേക്കും പോകാം, യാത്ര ചെയ്യാം. മക്കത്തുകാരനാണോ ആളുകൾക്ക് വലിയ ബഹുമാനമാണ്. ഏത് മുശ്രിക്കുകൾക്കും
ആരെ കൊന്നവനും ഹറമിൻ്റെ അകത്തേക്കാണ്ട് ഓടി ഒളിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതികാരദാഹിയും അവിടെ വെച്ച് എന്ത് ചെയ്യൂല, ഒന്നും ചെയ്യൂല. തന്ത്രപരമായി ഹറമെന്നവനെ പുറത്തു കെടുത്താനേ നോക്കുള്ളൂ. പ്രതികാരമൊക്കെ പുറത്തുനിന്നേ ചെയ്യുള്ളൂ. എല്ലാവരാലും ആദരിക്കപ്പെടുന്ന കേന്ദ്രമാണത്. അപ്പോൾ അവിടെ വെച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെയൊക്കെ ഗുരുതരാവസ്ഥ എത്രയായിരിക്കും. ശിർക്ക് മുതൽ എല്ലാ തോന്നിയാസങ്ങളും. ഇപ്പം നമ്മളൊക്കെ ഹറമുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു മഹത്വം കൊണ്ടല്ല, എന്നും കാണുന്നവന് വിലല്ല. അപ്പം അതുകൊണ്ട് അവിടെ എല്ലാം ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്രയൊക്കെ വലിയ മഹത്വമുണ്ട് കാരണം നിസ്കരിക്കാൻ പോകാത്തവരുണ്ട്. അതിലൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വരെ സിഗരറ്റ് വലിക്കുന്നവരും ബീഡി വലിക്കുന്നവരും ഫിലിം കാണുന്നവരും മ്യൂസിക് കേൾക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പം എത്രയായിരിക്കും അതിൻ്റെയൊക്കെ ശിക്ഷ? അപ്പോൾ അത് വേറെ വിഷയമാണ്. ഞാൻ അങ്ങോട്ട് പോയാൽ ഒരുപാട് വിശദീകരിക്കാനുണ്ടാകും. അള്ളാഹു ഇവിടെ പറയാണ്, അള്ളാഹു പവിത്രമാക്കിയതാണ് ഈ രാജ്യം. ഈ രാജ്യത്തിൻ്റെ റബ്ബിനെ മാത്രം ആരാധിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവനാണതിനെ പവിത്രമാക്കിയിട്ടുള്ളത്. വലഹു കുല്ലു ഷൈ. ഇത് പറയുമ്പോൾ മക്കാ രാജ്യത്തെ പവിത്രമാക്കിയ മക്കാ രാജ്യത്തിൻ്റെ റബ്ബാണ് അവൻ. അത് മാത്രമല്ല, അവൻ വലഹു കുല്ലു ഷൈ, എല്ലാത്തിൻ്റെയും എല്ലാം അവൻ്റെതാണ്. ഈ പ്രപഞ്ചത്തിൽ അവനൊഴികെയുള്ളതൊക്കെ മഖ്ലൂഖാണ്. അവൻ മാത്രമാണ് ഖാലിഖ്. അതുകൊണ്ട് എല്ലാം അവൻ്റെ കൺട്രോളിലാണ്. അവനാണ് മുദബ്ബിറുൽ ആലം, അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്, അവനാണ് എല്ലാം 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 അവൻ്റെതാണ്. അതുകൊണ്ട് സർവരും അവനിലേക്കാണ് അഭയം തേടേണ്ടത്, അഭയം തേടി ചെല്ലുന്നത്. അവയെല്ലാം അവൻ്റെതാണ്. അപ്പം ഈ തൗഹീദ് കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഒന്നാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നത്.